ഹലോ നമസ്കാരം. സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെം BA.BCom ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ലീഗൽ ലിറ്ററസിയിലെ 4ാമത്തെ ബ്ലോക്കിൽ, അതായത് ലാസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. നാലാമത്തെ ബ്ലോക്കിൻ്റെ പേര് ജുഡീഷ്യൽ സിസ്റ്റം ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് സിസ്റ്റം ഓഫ് കോർട്ട്സ് ആൻഡ് ദെയർ ജൂറിസ്ഡിക്ഷൻ ഇൻ ഇന്ത്യ. അതിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഇതാണ് ഫസ്റ്റിൽ വരുന്നത്. അതായത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ചരിത്രപരമായ വികസനം, അത് മാത്രം ചോദ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അത്. ചരിത്രപരമായ വികസനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജുറിസ്ഡിക്ഷൻ മാത്രം പഠിച്ചാൽ മതി, ജൂറിസ്ഡിക്ഷൻ. പക്ഷേ അത് ചോദ്യമായിട്ട് കണ്ടു, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. 1773 റെഗുലേറ്റിംഗ് ആക്ട് ഗവർണർ ജനറൽ കൗൺസിലിൽ നിയമപരമായ അംഗം എന്ന ആശയം അവതരിപ്പിച്ചു. ഇത് ഇന്ത്യയിൽ ക്രിമിനൽ സിവിൽ ജസ്റ്റിസിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിന് കോടതികൾ സ്ഥാപിക്കുന്നതിൽ ബ്രിട്ടീഷ് ഇടപെടലിൻ്റെ തുടക്കം കുറിച്ചു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഈ ശ്രമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി. യഥാർത്ഥവും അപ്പീൽ അധികാരവുമുള്ള ഒരു ഫെഡറൽ കോടതി സൃഷ്ടിക്കുന്നതിനുള്ള വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് 1950 ഭരണഘടന സമഗ്രമായ ഒരു നിയമ ചട്ടക്കൂട് സ്ഥാപിച്ചു. നമുക്കറിയാമല്ലോ അല്ലേ, നമുക്ക് നല്ലൊരു ഭരണഘടനയോട് കൂടിയ നിയമ ചട്ടക്കൂടുണ്ട്. സുപ്രീം കോടതി പരമോന്നത തലത്തിലും കോടതികൾ അതിൻ്റെ താഴെയുമായിട്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കീഴ്ക്കോടതി വരെയുള്ളൊരു തലം വരെ വ്യാപിച്ചു കിടക്കുന്ന രീതിയാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഇനി സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ ജുഡീഷ്യറി ആൻഡ് ഡിഫറൻറ്റ് കോഡ്സ് ഓഫ് അപ്പീൽ. ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെയും വിവിധ അപ്പീൽ കോടതികളുടെയും ഘടന എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന ഒരു ഏകീകൃത നീതിന്യായ വ്യവസ്ഥയാണ് സ്ഥാപിക്കുന്നത്. അവിടെ കോടതികളുടെ ഘടനാപരമായ ശ്രേണിയാണ് ഉള്ളത്. അവിടെ സുപ്രീം കോടതി യൂണിയൻ്റെ സംസ്ഥാനങ്ങളുടെയൊക്കെ പരമോന്നത അധികാരിയായിട്ട് പ്രവർത്തിക്കുന്നു. ഹൈക്കോടതികൾ സംസ്ഥാന തലത്തിൽ ഉയർന്ന അധികാര കോടതിയായിട്ട് പ്രവർത്തിക്കുന്നു. അവയ്ക്ക് കീഴെ കീഴ്ക്കോടതികൾ പ്രവർത്തിക്കുന്നു. ഹൈക്കോടതികൾക്ക് നിയമപരമായി രൂപീകരിച്ച മറ്റു കോടതികൾക്കും പുറമെ ഓരോ ജില്ലയിലും ജില്ലാ സെഷൻസ് ജഡ്ജിമാരുടെ കോടതികളുമുണ്ട്. മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റുകളും ഉണ്ട്. സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ, അതായത് കീഴ്ക്കോടതികളുടെ ഓർഗനൈസേഷൻ സംവിധാനങ്ങൾക്കിടയിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിലും കോടതികളുടെ അടിസ്ഥാന ശ്രേണി സ്ഥിരമായി തന്നെ തുടരുന്നതാണ്. ഏറ്റവും താഴ്ന്ന തലത്തിലെ ജുഡീഷ്യറിയെ 2 ശാഖകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സിവിൽ, ക്രിമിനൽ കോടതികൾ എന്നാണത്. അല്ലെങ്കിൽ ഈ സിവിൽ ക്രിമിനൽ കോടതി വരെയുള്ള 2 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. കോടി രൂപ വരെയുള്ള ക്ലെയിമുകൾ ഉൾപ്പെടുന്ന സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന മുൻസിഫ് കോടതികൾ, 10 ലക്ഷം രൂപ സിവിൽ സ്യൂട്ടുകളുടെ പരിധിയില്ലാത്ത അധികാര പരിധിയുള്ള കീഴുദ്യോഗസ്ഥർ മുൻസിഫ് കോടതികളിൽ നിന്നുള്ള ആദ്യ അപ്പീലുകൾക്ക് മേൽനോട്ടം വഹിക്കും. സബോർഡിനേറ്റ് ജഡ്ജിമാരിൽ നിന്നും മുൻസിഫ് കോടതികളിൽ നിന്നും ആദ്യ അപ്പീലുകൾ കേൾക്കുന്ന ജില്ലാ ജഡ്ജിക്ക് സിവിൽ ക്രിമിനൽ കേസുകൾ പരിധിയില്ലാത്ത യഥാർത്ഥ അധികാര പരിധിയുമുണ്ട്. ഹൈക്കോടതികളുമായിട്ട് കൂടിയാലോചിച്ച് ഗവർണറാണ് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജില്ലാ ജഡ്ജി സ്ഥാനത്തേക്ക് യോഗ്യത നേടുന്നതിന് ഒരു സ്ഥാനാർത്ഥിക്ക് ബാറിൽ കുറഞ്ഞത് 7 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 233 ജില്ലാ ജഡ്ജിമാരുടെ നിയമത്തിനുള്ള വ്യവസ്ഥകൾ വിശദീകരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 233 കേട്ടോ. അതേസമയം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSC, ഹൈക്കോടതിയുമായും കൂടിയാലോചിച്ച് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയ നിയമങ്ങൾ പാലിച്ച് മറ്റ് ജുഡീഷ്യൽ ഓഫീസർമാരെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിവിൽ ക്രിമിനൽ കേസുകളിൽ മേൽനോട്ടം വഹിക്കുന്ന ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ അതോറിറ്റിയാണ് ജില്ലാ ജഡ്ജി. ഗുരുതരമായ കുറ്റവാളികളുടെ അപ്പീലും ജില്ലാ ജഡ്ജി കേൾക്കുന്നുണ്ട്. ഇത് സെഷൻസ് കേസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ എല്ലാ ജില്ലാ ജഡ്ജിക്ക് സമാനമായ സിവിൽ ക്രിമിനൽ അധികാരങ്ങൾ സംയോജിപ്പിച്ച് ഒരു അസിസ്റ്റൻറ്റ് സെഷൻസ് ജഡ്ജിയുടെ അധികാരങ്ങൾ ഒരു സബോർഡിനേറ്റ് ജഡ്ജിക്ക് നൽകാം. സുപ്രീം കോടതിയെ പോലെ ഓരോ ഹൈക്കോടതിക്കും അവഹേളനത്തിന് ശിക്ഷിക്കാനുള്ള അധികാരം ഉൾപ്പെടെ യഥാർത്ഥ അപ്പീൽ അധികാര പരിധിയുമുള്ള ഒരു റെക്കോർഡ് കോടതിയാണ് ആർട്ടിക്കിൾ 215 പ്രത്യേകം പറയുന്നുണ്ട്. ജില്ലാ സെഷൻസ് ജില്ലാ ജഡ്ജിമാരുടെ മേലെ ഹൈക്കോടതികൾ അപ്പീൽ അധികാര പരിധി പ്രയോഗിക്കുന്നു.
അസമിലെ ഹൈക്കോടതി പങ്കിടുന്ന മിസോറാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവ ഒഴികെ ഓരോ സംസ്ഥാനത്തിനും ഒരു ഹൈക്കോടതിയുണ്ട്. കൂടാതെ ചണ്ഡീഗഡിൽ പഞ്ചാബുമായിട്ട് ഒരു ഹൈക്കോടതി പങ്കിടുന്ന ഹരിയാനയും മഹാരാഷ്ട്രയിലും ഗോവയിലും ബോംബെ ഹൈക്കോടതി പ്രവർത്തിക്കുന്നുണ്ട്. സുപ്രീം കോടതി രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ ബോഡിയാണ്. ഹൈക്കോടതിക്കു മേൽ അപ്പീൽ അധികാര പരിധിയും യഥാർത്ഥ ഉപദേശക അധികാര പരിധിയും ഉണ്ട്. ഇനി അതർ സ്പെഷ്യൽ കോർട്സ് ആൻഡ് ട്രിബ്യൂണൽസ്, മറ്റ് പ്രത്യേക കോടതികളും ട്രിബ്യൂണലുകളും. ഭരണഘടനയ്ക്ക് കീഴിൽ സ്ഥിരമായിട്ട് സ്ഥാപിതമായ കോടതികൾക്ക് പുറമെ സമൂഹത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾ, താൽപ്പര്യങ്ങൾ, ഉയർന്നുവരുന്ന ആവശ്യങ്ങൾ എന്നിവ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി പ്രത്യേക കോടതികളും രൂപീകരിച്ചിട്ടുണ്ട്. 1985 പാർലമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം പാസാക്കി. അതേ വർഷം തന്നെ നവംബറിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അഥവാ CAT സ്ഥാപിക്കുന്നതിനും അത് കാരണമായി. സേവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേഗത്തിലും ചെലവ് കുറഞ്ഞതുമായ നീതി ലഭ്യമാക്കുക എന്നതാണ് CATൻ്റെ പ്രാഥമിക ലക്ഷ്യം. CAT കൂടാതെ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലുകൾ, മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിമിംഗ് ട്രിബ്യൂണലുകൾ, MALT എന്നും പറയും കേട്ടോ, MACT ക്ലെയിം ട്രിബ്യൂണൽസ്, MACT എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേക നിയമപരമായ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് മറ്റ് വിവിധ തരത്തിലുള്ള ട്രിബ്യൂണലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാണിജ്യ ട്രിബ്യൂണലുകൾ, സഹകരണ സ്ഥാപന ട്രിബ്യൂണലുകൾ, വാണിജ്യ നികുതി ട്രിബ്യൂണലുകൾ എന്നിവയും ഈ കൂട്ടത്തിൽ, അതായത് പ്രത്യേക കോടതികളിൽ ഉൾപ്പെടും. 1984 കുടുംബ കോടതി നിയമം അനുരജ്ഞനം അതുപോലെ തന്നെ സുഗമമാക്കുന്നതിന് വിവാഹം, കുടുംബകാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിലോ അതുപോലെ പട്ടണങ്ങളിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യമെന്ന് കരുതുന്ന മറ്റ് പ്രദേശങ്ങളിലോ ഈ കോടതി സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. NDPS നിയമത്തിന് കീഴിലുള്ള മയക്കുമരുന്ന് സംബന്ധിയായ വിഷയങ്ങൾ, പിന്നെ തൊഴിൽ, വ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ലേബർ കോടതികൾ, അഴിമതി കേസുകൾ, അതുപോലെ CBI കാര്യങ്ങൾ, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ മറ്റ് കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി പ്രത്യേക കോടതികൾ തുടങ്ങിയ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ട് ചില കോടതികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കൂടുതൽ കാര്യക്ഷമമായ നിയമ നടപടികളിലൂടെ ആവശ്യകതയ്ക്ക് മറുപടി ആയിട്ട് നിരവധി കേസുകൾ വേഗത്തിലാക്കാനുള്ള ചില സംസ്ഥാനങ്ങൾ അടുത്തിടെ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതികളും അവതരിപ്പിച്ചിട്ടുണ്ട്. ലോക അദാലത്തുകൾ സംസ്ഥാന നിയമസഹായത്തിൻ്റെയും ഉപദേശക സമിതിയുടെ മേൽനോട്ടത്തിലുള്ള സന്നദ്ധ ഏജൻസികളാണ്. അനുരഞ്ജന മാർഗത്തിലൂടെ തർക്ക പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ ബദൽ ഫോറമാണ് ലോക അദാലത്ത് എന്ന് പറയുന്നത്. ഇത് സുപ്രീം കോടതിയെക്കുറിച്ച്, അതിൻ്റെ കോമ്പോസിഷൻ, പവർ ആൻഡ് ഫങ്ഷൻസ്, സുപ്രീം കോടതിയുടെ ഘടന, അധികാരങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ. നിയമപരമായ അധികാരത്തിൻ്റെയും പരകോടി ഉൾക്കൊള്ളുന്ന അതായത് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത, അതാണ് അങ്ങനെ പറയാം നമുക്ക്, ഏറ്റവും പരമോന്നതമായ നീതി ന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പരമോന്നതമായ സ്ഥാനമാണ് ഇത് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഘടന എങ്ങനെയാണ്? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും മറ്റ് 33 ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. 2019 ജഡ്ജിമാരുടെ എണ്ണം 34 ആയിട്ട് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അവരുടെ നിയമനം? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന 4 ജഡ്ജിമാരടങ്ങുന്ന സുപ്രീം കോടതി കൊളീജിയവുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. സാധാരണഗതിയിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാർ 65 വയസ്സ് തികയുന്നത് വരെ സേവനം അനുഷ്ഠിക്കുന്നു. അതാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി യോഗ്യത എന്താ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(3) പ്രകാരം ഒരു ചീഫ് ജസ്റ്റിസായിട്ട് സ്ഥാപിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി ഇന്ത്യൻ പൗരനായിരിക്കണം. കുറഞ്ഞത് 5 വർഷമെങ്കിലും ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ ജഡ്ജിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ അഭിഭാഷകനായിരിക്കണം. അതുമല്ലെങ്കിൽ വക്കീൽ തൊഴിലിൽ ഉന്നത പദവി വഹിച്ച ഒരു ആളായിരിക്കണം. ഇത്രയാണ് അവർക്ക് വേണ്ട യോഗ്യതകൾ. ഇനി ഓഫീസ് കാലാവധിയും നീക്കം ചെയ്യലും എങ്ങനെയാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിയെ കാലാവധി അദ്ദേഹത്തിൻ്റെ 65 വയസ്സ് തികയുന്നത് വരെയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി അതല്ല, ഒരു നിശ്ചിത കാലാവധി, അതായത് ഒരു ജഡ്ജി നേരത്തെ രാജിവെക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ പരിധി വരെ അദ്ദേഹത്തിന് തുടരാം. ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കഠിനമായൊരു പ്രക്രിയയാണ്. അതായത് പെട്ടെന്ന് നടത്താൻ കഴിയാത്ത ഒരു സംഗതിയാണ്. പാർലമെൻറ്റിൽ ഇരുസഭകളിലും ആരംഭിച്ച പ്രമേയം തുടർന്ന് തെളിയിക്കപ്പെട്ട മോശം പെരുമാറ്റത്തിൻ്റെയോ കഴിവില്ലായ്മയുടെയോ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്രമേയത്തെ ലോക്സഭയിലെ 100 അംഗങ്ങളോ രാജ്യസഭയിലെ 50 അംഗങ്ങളോ പിന്തുണക്കണം. പ്രമേയം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആരോപണങ്ങൾക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തണം.
അന്വേഷണത്തിൽ അദ്ദേഹത്തെ ഈ പറഞ്ഞ കുറ്റങ്ങളൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെ 3/2 ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കണം. വിജയകരമായിട്ട് പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ജഡ്ജിയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. ഇപ്പോൾ കുറച്ചൊരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇനി അവരുടെ ശമ്പളവും പ്രത്യേക അവകാശങ്ങളും. ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പള അലവൻസുകളും പാർലമെൻറ്റാണ് നിർണ്ണയിക്കുക. അവ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഭേദഗതികളിൽ 2018 ഭേദഗതി അനുസരിച്ച് ഇപ്പോൾ 2,80,2.80 ലക്ഷം അതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത്. മറ്റ് ജഡ്ജിമാർക്ക് 2.5 ലക്ഷം രൂപയുമാണ് ശമ്പളം കൊടുക്കുന്നത്. അവരുടെ ശമ്പളത്തിന് പുറമെ ഒരു ഔദ്യോഗിക വസതി, സമഗ്രമായ മെഡിക്കൽ സൗകര്യങ്ങൾ, യാത്രാ അലവൻസുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി അലവൻസുകളും ആനുകൂല്യങ്ങളും ജഡ്ജിമാർക്ക് നൽകുന്നുണ്ട്. ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കായാലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായാലും അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. മറ്റ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള ജീവനക്കാരുടെ പിന്തുണ, സുരക്ഷാ വ്യവസ്ഥകൾ, നന്നായി ചിട്ടപ്പെടുത്തിയ പെൻഷൻ സംവിധാനം, ഇതൊക്കെയാണ് അവർക്കുള്ള ആനുകൂല്യങ്ങൾ. ഇനി സുപ്രീം കോടതി എവിടെയാണ് അറിയാലോ. തലസ്ഥാന നഗരമായ ഡൽഹിയിലാണ് സുപ്രീം കോടതി ഉള്ളത്. അവിടെ തന്നെ തിലക് മാർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പേര്. ഇനി നമ്മുടെ ആർട്ടിക്കിൾ 130 പ്രകാരം ആവശ്യമെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലും ഇരിക്കാൻ ഭരണഘടന സുപ്രീം കോടതിയെ അനുവദിക്കുന്നുമുണ്ട്. അതായത് ഡൽഹിയിൽ തന്നെ സ്ഥിരമായിരുന്നുകൊണ്ട് ചെയ്യണമെന്നില്ല. ആവശ്യമെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറിയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരവസരവും കൂടി ആർട്ടിക്കിൾ 130 പ്രകാരം അനുവദിച്ചിട്ടുണ്ട് ആർക്ക്? സുപ്രീം കോടതിക്ക്. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ അധികാര പരിധി വിപുലമാണ്. 3 പ്രാഥമിക തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണത്. യഥാർത്ഥ, അപ്പീൽ, ഉപദേശക അധികാരങ്ങൾ. യഥാർത്ഥ അധികാരം, അപ്പീൽ അധികാരം, ഉപദേശക അധികാരം എന്നിങ്ങനെ 3 തലങ്ങൾ. ആദ്യത്തേത് യഥാർത്ഥ അധികാര പരിധി. അതിൻ്റെ യഥാർത്ഥ അധികാര പരിധി ആർട്ടിക്കിൾ 131 വിവരിച്ചിരിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പാക്കുന്ന ഭരണഘടനയുടെ പ്രത്യേക അധികാരം നൽകുന്നതാണ്. ഇന്ത്യൻ യൂണിയൻ ഫെഡറൽ ബാലൻസ് നിലനിർത്തുന്നതിൽ സുപ്രീം കോടതിയുടെ ഈ പങ്ക് തുല്യമായ ശക്തി അടിവരയിടുന്നു. ഇനി അതിൻ്റെ അപ്പീൽ അധികാര പരിധി. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാര പരിധി അവസാന ആശ്രയമായ കോടതി എന്ന പദവി സുപ്രീം കോടതിക്ക് ഉറപ്പ് കൊടുക്കുന്നതാണ്. അതായത് രാജ്യത്തുടനീളമുള്ള ഹൈക്കോടതികളിൽ നിന്നുള്ള ഭരണഘടനാപരവും സിവിൽ ക്രിമിനൽ കാര്യങ്ങൾ സംബന്ധിച്ച അപ്പീൽ ഇത് കേൾക്കും. അവിടെ നിന്ന് വരുന്ന കേസുകൾ കേൾക്കുക. ഈ അപ്പീൽ അധികാരം വളരെ വിശാലമാണ്. നിയമത്തിൻ്റെ കാര്യമായ ചോദ്യങ്ങൾ, ഭരണഘടനയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ പൊതു പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേസുകൾ അതിൽ ഉൾപ്പെടും. ആർട്ടിക്കിൾ 136 നൽകുന്ന അപ്പീലിന് പ്രത്യേക അനുമതി നൽകാനുള്ള കോടതിയുടെ വിവേചനാധികാരം അതിൻ്റെ അപ്പീൽ അധികാരത്തിന് മറ്റൊരു മാറ്റുകൂടി നൽകുന്നുണ്ട്. ഇനി അതിൻ്റെ ഉപദേശക അധികാര പരിധി. സുപ്രീം കോടതി നിയമപരമായ വസ്തുതാപരമായ ഉപദേശം നൽകുന്നുണ്ട്. രാഷ്ട്രപതി പരാമർശിക്കുമ്പോൾ പൊതു പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ഈ ഉപദേശം സ്വീകരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനല്ലെങ്കിലും എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് മുൻപ് നിയമപരമായ കാര്യങ്ങൾ ഇത് ആധികാരികമായിട്ട് അഭിപ്രായം തേടാനുള്ളൊരു അധികാരമുണ്ട്. ഇനി മറ്റധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കോർട്ട് ഓഫ് റെക്കോർഡ്. അതായത് രേഖകൾ സൂക്ഷിച്ചു വെക്കുക, പിന്നീട് തർക്കങ്ങൾ വരുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ ബൈൻഡിങ് മുൻവിധി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 141 അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും സുപ്രീം കോടതി തീരുമാനങ്ങൾ ബാധ്യസ്ഥമാണ് ഉള്ളത്. മൂന്നാമത്തത് നടപ്പാക്കലാണ്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കാം. നാലാമത്തത് പ്രാക്ടീസിൻ്റെയും നടപടിക്രമങ്ങളുടെയും നിയന്ത്രണം. അതായത് രാഷ്ട്രപതിയുടെ അധികാരത്തിന് വിധേയമായിട്ട് സുപ്രീം കോടതിക്ക് അതിൻ്റെ സമ്പ്രദായ നടപടിക്രമവും സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അഞ്ചാമത്തത് ഓഫീസർമാരുടെ നിയമനം. ആറാമത്തത് തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ, അതിലുണ്ടാകുന്നതും തീർപ്പാക്കുന്നതും സുപ്രീം കോടതിയിൽ. പിന്നെ കേസുകളുടെ കൈമാറ്റം. ആർട്ടിക്കിൾ 139 പ്രകാരം 44-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ ചേർത്തത് സുപ്രീം കോടതിക്ക് ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ നിന്നുള്ള സുപ്രധാന നിയമപരമായ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന കേസുകൾ സ്വയം മാറ്റാനോ അല്ലെങ്കിൽ ഹൈക്കോടതികളിൽ നീതിയുടെ താല്പര്യം കണക്കിലെടുത്ത് കേസുകൾ മാറ്റാനോ കഴിയും എന്നുള്ളത് കേട്ടോ. ഇനി എട്ടാമത്തത് ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേക അധികാരം, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പുനരവലോകനം. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. നിയമങ്ങളുടെ ഭരണഘടനാ സാധുത വിലയിരുത്താൻ അതിനെ അനുവദിക്കുന്ന ഒന്നാണത്. ഒരു നിയമം ഭരണഘടന വിരുദ്ധമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കോടതിക്ക് അത് അസാധുവായിട്ട് പ്രഖ്യാപിക്കാം. ഈ സമ്പ്രദായം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പിന്തുടരുന്ന മാതൃകയായിട്ട് യോജിച്ചു പോകുന്ന ഒന്നാണ്. അടിസ്ഥാന നിയമം എന്ന നിലയിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഒന്നുകൂടിയാണ് അതിൻ്റെ ജുഡീഷ്യൽ റിവ്യൂ. ഒൻപതാമത്തത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കലാണ്. ഇനി ഹൈക്കോടതികളെക്കുറിച്ചാണ്. ഹൈക്കോർട്ട് കോമ്പോസിഷൻ, അപ്പോയിൻമെൻറ്റ് ആൻഡ് പവർ ഫങ്ഷൻസ്. ഹൈക്കോടതികളുടെ അധികാരവും അതിൻ്റെ നിയമനവും
അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്ത്യയിൽ ഹൈക്കോടതികൾ ഓരോ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പിനും നീതിന്യായ കോടതികളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. കൂടാതെ സുപ്രീം കോടതിക്ക് നേരിട്ട് താഴെയുള്ള ജുഡീഷ്യൽ ശ്രേണിയിലെ രണ്ടാം നിരയിലാണ് ഹൈക്കോടതികൾ ഉള്ളത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 204 പ്രകാരം സ്ഥാപിതമായ നിലവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആയിട്ട് 25 ഹൈക്കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിനും ഒരു ഹൈക്കോടതി ഉണ്ടെങ്കിലും ചില സംസ്ഥാനങ്ങൾ പഞ്ചാബും ഹരിയാനയും പോലെ ഒരു പൊതു ഹൈക്കോടതി പങ്കിടുന്നുണ്ട്. ഹൈക്കോടതികൾക്ക് യഥാർത്ഥവും അപ്പീൽ അധികാരവും ഉണ്ട്. സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ അധികാരപരിധിയിൽ പ്രത്യേക ഭരണഘടനാ വിഷയങ്ങളും ഉണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനം എങ്ങനെയാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 217, 224 പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സംസ്ഥാന ഗവർണർ എന്നിവരുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം ആരായിരിക്കും? ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്. ഇനി അവരുടെ യോഗ്യതകൾ. ഒരു ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് അർഹത തേടുന്ന ഒരു വ്യക്തി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 217 2 പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രത്യേക യോഗ്യതകൾ പാലിച്ചിരിക്കണം. ഇതൊക്കെയാണ് നോക്കുക. 1. ഇന്ത്യൻ പൗരനായിരിക്കണം. 2. 62 വയസ്സ് കവിയരുത്. 3. കുറഞ്ഞത് 10 വർഷമെങ്കിലും ഒരു ജുഡീഷ്യൽ ഓഫീസ് അല്ലെങ്കിൽ കുറഞ്ഞത് 10 വർഷത്തേക്ക് ഒരു ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തുടർച്ചയായിട്ട് ഒന്നിലധികം ഹൈക്കോടതികളിൽ അഭിഭാഷകനായിട്ടുണ്ടായിരിക്കണം. കാലാവധി. ഹൈക്കോടതിയിലെ ജഡ്ജിമാർ 62 വയസ്സ് തികയുന്നത് വരെയാണ് അവരുടെ കാലാവധി. പിന്നെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പ്രത്യേക പദ്ധതികളിലൂടെ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ഇനി ശമ്പളം. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം പാർലമെൻറ്റ് നിർണ്ണയിക്കുകയും കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് 2.5 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം കൊടുക്കുന്നുണ്ട്. മറ്റ് ജഡ്ജിമാർക്ക് 2.25 ലക്ഷം രൂപയുമാണ് ഒരു പ്രതിമാസത്തെ ശമ്പളം. അത് കൂടാതെ നേരത്തെ നമ്മൾ സുപ്രീം കോടതി ജഡ്ജിക്ക് പറഞ്ഞതുപോലെ തന്നെ വാടകരഹിത ഔദ്യോഗിക വസതികൾ, ഔദ്യോഗിക കാർ ഉപയോഗം, ഔദ്യോഗിക യാത്രകൾക്കുള്ള ചെലവ് തിരിച്ചടവ്, അതുപോലെ തങ്ങൾക്കും കുടുംബത്തിനും മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയ്ക്കുള്ള അർഹതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് സുപ്രീം കോടതി ജഡ്ജിമാർക്കുള്ള പോലെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇവർക്ക് ഉണ്ട്. ഇനി ജഡ്ജിമാരുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നിരവധി വ്യവസ്ഥകൾ നിലവിലുണ്ട്. ഒന്ന്, തെളിയിക്കപ്പെട്ട മോശം പെരുമാറ്റത്തിൻ്റെയോ കഴിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജിക്ക് നീക്കം ചെയ്യുന്നതിനായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് അദ്ദേഹത്തെ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ ജഡ്ജിമാരുടെ ശമ്പള അലവൻസുകൾ സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് അത് ഈടാക്കും. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച സ്ഥിരം ജഡ്ജിയെ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈക്കോടതിയിലേക്കോ ഒഴികെ ഇന്ത്യയിലൊരു കോടതിയിലും വാദിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ വിലക്കിയിരിക്കണം. ആർട്ടിക്കിൾ 220 പ്രകാരം ഒഴിവാക്കിയതാണെങ്കിൽ, വിരമിച്ചതാണെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് അവരുടെ അവരുടെ റിട്ട് അധികാരപരിധികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ റിട്ട് അധികാരപരിധിയാണ്. റിട്ട് അധികാരപരിധി എന്ന് പറയുമ്പോൾ ഭരണഘടന ആർട്ടിക്കിൾ 226 ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അത് മൗലികാവകാശം നടപ്പാക്കുന്നതിന് മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഈ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് യഥാർത്ഥ അധികാരപരിധിയാണ്. ഹൈക്കോടതികൾ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യഥാർത്ഥ അധികാരപരിധി പ്രയോഗിക്കുന്നു. കമ്പനി നിയമം, ഹൈവേ, അതുപോലെ വൈവാഹിക തർക്കങ്ങൾ, കോടതി അലക്ഷ്യം, ചില കേസുകളിൽ തെരഞ്ഞെടുപ്പ് ഹർജികൾ, മൗലികാവകാശ ലംഘനങ്ങൾ, തെരഞ്ഞെടുപ്പ് ഹർജികൾ അല്ലെങ്കിൽ സംസ്ഥാന നിയമങ്ങൾ ഉൾപ്പെടുന്ന തർക്കങ്ങൾ എന്നിവ ഉൾപ്പെടെ കേസുകൾക്ക് അവർക്ക് യഥാർത്ഥ അധികാരപരിധിയുണ്ട്. പിന്നെ അവർക്ക് അപ്പീൽ അധികാരപരിധിയോ, ഒരു സംസ്ഥാനത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതികളാണ് ഈ ഹൈക്കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ ക്രിമിനൽ വിഷയങ്ങൾ കൂടാതെ വിവാഹ പ്രശ്നങ്ങളും അഡ്മിറൽ നിയമവുമായി ബന്ധപ്പെട്ട കേസുകളും അവ കേൾക്കും. ഇനി അത് കഴിഞ്ഞ് സബോർഡിനേറ്റ് കോഡ്സുകൾ, കീഴ്ക്കോടതികളെക്കുറിച്ചാണ്. സബോർഡിനേറ്റ് കോടതികൾ അല്ലെങ്കിൽ കീഴ്ക്കോടതികൾ ഭൂരിഭാഗം നിയമപരമായ കേസുകളും കൈകാര്യം ചെയ്യുന്നതും രാജ്യത്തെ മിക്ക വ്യവഹാരങ്ങളുടെയും പ്രഥമ കോടതികളുമായതുകൊണ്ട് കീഴ്ക്കോടതി എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. കീഴ്ക്കോടതിയുടെ ഘടന എന്ന് പറയുന്നത് ജില്ലാ കോടതിയാണ് ഒന്നാമത് വരുന്നത്. ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതി എന്നാണ് പറയുക കേട്ടോ. ജില്ലാ കോടതികൾ ആദ്യത്തേത്. രണ്ടാമത്തത് വരുന്നത് സിവിൽ കോടതികളാണ്. അപ്പോൾ ആദ്യം ഡിസ്ട്രിക്ട് കോടതിയിലെ നിയമനം എങ്ങനെ? ജഡ്ജിമാരെ സംസ്ഥാന ഗവർണറാണ് നിയമിക്കുക. സിവിൽ കോടതി പറഞ്ഞാൽ കീഴ്ക്കോടതി ജഡ്ജിയുടെ കോടതി അല്ലെങ്കിൽ സിവിൽ ജഡ്ജിയുടെ കോടതി എന്നാണ് അതിന് പറയുക കേട്ടോ. ഇത് കോടതികൾ സിവിൽ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. മുൻസിഫ് കോടതി ഉണ്ട് അതിന് കീഴിൽ. സിവിൽ ജുഡീഷ്യൽ ശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇനമാണ് ക്രിമിനൽ കോടതികൾ. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ ജില്ലാ കോടതിയും, രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ സിവിൽ കോടതി, മൂന്നാമത്തത് ക്രിമിനൽ കോടതികളാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്ന് പറയും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ വലിയ നഗരങ്ങളിലെ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്.
പിന്നെ അതിൽ വരുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന് പറയില്ലേ നമ്മൾ, അതെങ്ങനെയാണ്? അവർക്ക് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ പ്രഖ്യാപിക്കാൻ യോഗ്യതയുള്ളവരാണ്. മറ്റതിലാണെങ്കിലോ 7 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ പ്രഖ്യാപിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഇനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സെക്കൻഡ് ക്ലാസ് ഉണ്ട്. അതിലെങ്ങനെയാണ്? അതിൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളവയാണ്. ഇനി ജൂറിസ്ഡിക്ഷൻ ഓഫ് സബോർഡിനേറ്റ് കോഡ്സ്, കീഴ്ക്കോടതികളുടെ അധികാര പരിധി. ഒന്ന് ടെറിട്ടോറിയൽ അധികാര പരിധിയാണ്. ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് സാധാരണയായിട്ട് ഒരു ജില്ലയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കീഴ്ക്കോടതികൾക്ക് അധികാര പരിധിയുണ്ട്. പിന്നെ വിഷയ അധികാര പരിധിയാണ്. സബോർഡിനേറ്റ് ജുഡീഷ്യറികളിലെ വ്യത്യസ്ത കോടതികൾക്ക് പ്രത്യേക വിഷയ അധികാര പരിധികളുണ്ട്. അതായത് അവർക്ക് പ്രത്യേക തരത്തിലുള്ള കേസുകൾ മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബ കോടതികൾ കുടുംബകാര്യങ്ങൾ മാത്രമല്ലേ കൈകാര്യം ചെയ്യുക, അങ്ങനെ. പിന്നെ പെക്യൂനിയറി അധികാര പരിധി എന്നാൽ സബോർഡിനേറ്റ് കീഴ്ക്കോടതികൾക്ക് സാമ്പത്തിക അധികാര പരിധിയുണ്ട്. അതാണ് പെക്യൂനിയറി അധികാര പരിധി എന്ന് പറയുന്നത്. ചില സാമ്പത്തിക തുകകളുടെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യും. പിന്നെ അപ്പീൽ അധികാര പരിധിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതാണ് ചില സബോർഡിനേറ്റ് കോടതികൾക്ക് അപ്പീൽ അധികാര പരിധിയും ഉണ്ട്. അതായത് കീഴ്ക്കോടതികളുടെ വിധിന്യായങ്ങൾക്കെതിരായ അപ്പീലുകൾ അവർക്ക് കേൾക്കാൻ കഴിയും. അവിടെയൊക്കെ പരിഹരിക്കപ്പെടാത്തതാണ് ഹൈക്കോടതിയിലേക്ക് പോവുക, അവിടെയും പരിഹരിക്കപ്പെടാത്തതാണ് എങ്ങോട്ട് പോവുക? സുപ്രീം കോടതിയിലേക്ക് പോവുക. 5-മത്തത് യഥാർത്ഥ അധികാര പരിധിയാണ്. ഈ കോടതികൾക്ക് ആദ്യമായിട്ട് മുമ്പാകെ വരുന്ന കേസുകളിൽ യഥാർത്ഥ അധികാര പരിധിയുണ്ട്. ഇനി ഫങ്ഷൻസ് ഓഫ് സബോർഡിനേറ്റ് കോഡ്സാണ്. സബോർഡിനേറ്റ് അല്ലെങ്കിൽ കീഴ്ക്കോടതികളുടെ പ്രവർത്തനങ്ങൾ. സിവിൽ ക്രിമിനൽ കേസുകളുടെ വിധി നിർണ്ണയമാണ് അവരുടെ 1-മത്തെ പ്രവർത്തനം. 2-മതായിട്ട് വിധികളുടെ നിർവഹണമാണ്. അതായത് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്വത്തിൻ്റെ കസ്റ്റഡിയും അഡ്മിനിസ്ട്രേഷനും. 4-മത്തേത് മധ്യസ്ഥതയും ഇതര തർക്ക പരിഹാരവും. ഇനി സ്പെഷ്യൽ കോർട്സ് ആൻഡ് ട്രിബ്യൂണൽസ്, പ്രത്യേക കോടതികളും ട്രിബ്യൂണലുകളും. ഇന്ത്യയിൽ പ്രത്യേക അറിവോ വേഗത്തിലുള്ള നടപടികളോ ആവശ്യമുള്ള പ്രത്യേക തരത്തിലുള്ള കോടതി കേസുകൾ പരിഹരിക്കുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇപ്പം സങ്കീർണമായ അല്ലെങ്കിൽ വേഗത്തിലുള്ള പരിഹാരം ആവശ്യപ്പെടുന്ന നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ഈ കോടതികൾ നിർണായക പങ്ക് വഹിക്കുന്നത്. ഉദാഹരണത്തിന് കുടുംബ കോടതി 1984 ഫാമിലി കോർട്ട് ആക്ട് പ്രകാരം സ്ഥാപിതമായ കുടുംബ കോടതികൾ വിവാഹമോചനം, കസ്റ്റഡി, മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. 1947 വ്യാവസായിക തർക്ക നിയമം അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട ലേബർ കോടതികൾ തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1958 പാസ്സാക്കിയത്, അതിന് കീഴിൽ ഈ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിമുകളൊക്കെയാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വാണിജ്യ കോടതികളുണ്ട്. 2015 വാണിജ്യ കോടതി നിയമം കൊണ്ടുവരുന്ന വാണിജ്യ കോടതികൾ വാണിജ്യ കരാറുകളോ ഇടപാടുകളോ ഉൾപ്പെടുന്ന കേസുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പ്രത്യേക ട്രിബ്യൂണലുകളും കോടതികളും ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അഴിമതി വിരുദ്ധ കോടതികളുണ്ട്, പൊതു സേവന മേഖലയിലോ അല്ലാതെയുള്ള അഴിമതികൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഉയർന്ന കേസുകളിൽ വേഗത്തിലുള്ള നീതിയുടെ ആവശ്യകതയെ അഭിസംബോധന ചെയ്യുന്ന ഒന്നാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പ്രത്യേക വൈദഗ്ധ്യമോ അടിയന്തര ശ്രദ്ധയോ ആവശ്യമുള്ള കേസുകൾ കാര്യക്ഷമമായിട്ട് പരിഹരിക്കപ്പെടുന്നു ഉറപ്പുവരുത്തുന്നതിലൂടെ ഈ പ്രത്യേക കോടതികൾ, അതായത് ഈ പറയപ്പെട്ട എല്ലാ പ്രത്യേക കോടതികളും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുവഴി നീതിയുടെ ഫലപ്രാപ്തിയും പ്രവേശനക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് കഴിയുന്നുമുണ്ട്. ഇതാണ് നമ്മുടെ ജുഡീഷ്യറിയെക്കുറിച്ച് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇനി 2 യൂണിറ്റ് കൂടി ആയാൽ ഈ പുസ്തകം കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക്സ്.